ഹലോ, അങ്ങനെ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരുടെയും വിഷു അടിപൊളിയായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാവരും വിഷു സദ്യയൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിരിക്കുമായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെ ഞങ്ങൾ വിഷു സദ്യയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം വെറുതെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഷാർജയിലുള്ള സഹാറ മോളിലോട്ടാണ് പോകുന്നത്. എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിൽ കയറി കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഓഫറുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ടീഷർട്ടിന് അത്യാവശ്യം നല്ല കിഡ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. കിഡ്സിൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ഉണ്ടായിരുന്നു, അഡൾട്ട്സിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കിഡ്സിൻ്റെ ഈ ഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ഈ ഔട്ട്ഫിറ്റ് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വിഷുവിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ്, വിഷുവിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഔട്ട്ഫിറ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോന്നൊക്കെ നോക്കി സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ടീഷർട്ടൊക്കെ എടുത്ത് 2-3 പ്രാവശ്യമൊക്കെ വൈറ്റും പിങ്കും ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് തിരിച്ചു പോയി. അത് വേണ്ട, വേറെ ടീഷർട്ട് നോക്കാമെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി. അത് അത്യാവശ്യം കുറച്ചുകൂടെയൊക്കെ വലുത് ആൾക്കാരുടെ ആയിരുന്നു. പിന്നെ ഒരു ക്യാപ്പും കൊണ്ട് ക്യാപ്പ് വേണമെന്നൊക്കെ പറഞ്ഞ് ക്യാപ്പിൻ്റെ പുറകെ പോയി. ആ കൂട്ടത്തിൽ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഇത് കണ്ണാടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വെച്ച് നോക്കാം, അത് പൊട്ടിപ്പോകുന്നു കരുതി അത് പിന്നെ മാറ്റി വെച്ചു. അപ്പോഴത്തേക്കിനും വേറെ എവിടെ നിന്ന് ഒരു ക്യാപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഈ ടീഷർട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ സൈസ് അവൈലബിലിറ്റി അല്ലായിരുന്നു. ഇത് 5 to 6 ഇയേഴ്സിൻ്റെ ആയിരുന്നു. ഞാൻ അവിടുന്ന് പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് 2 ഇതെടുത്തു. ഞങ്ങൾ കുറച്ച് ഷർട്ട് എടുത്തു. പെട്ടെന്ന് ബില്ലടിച്ച് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. പോകുന്ന എനിക്കിത് അത്യാവശ്യം നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ ക്യൂട്ടി ആയിട്ടുള്ള ഇത് ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. കുറച്ച് നേരം തന്നെ നോക്കി നിന്ന് പോകും. അത്യാവശ്യം എല്ലാം ഇങ്ങനെ ഒരേ ലെവലിൽ തന്നെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. അവിടുന്ന് ബില്ലൊക്കെ അടിച്ചു പയ്യെ നടന്ന് ഞങ്ങൾ അവിടുന്ന് സഹാറ മോളിൽ നിന്നൊക്കെ എക്സിറ്റായി പയ്യെ ഞങ്ങൾ നേരെ നെസ്റ്റോയിലോട്ട് വിട്ടു. വിഷു കഴിഞ്ഞാലും പക്ഷേ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും വിഷുവിൻ്റെയൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. നമ്മളെപ്പോലൊക്കെ തന്നെ. അങ്ങനെ ഞങ്ങൾ നേരെ നെസ്റ്റോയിലോട്ട് പോകാമെന്ന് കരുതി പയ്യെ നെസ്റ്റോയിലോട്ട് വിട്ടു. അങ്ങനെ നെസ്റ്റോയിൽ ഞങ്ങൾ നോക്കി ചെന്നപ്പം വരുന്നു തേടിയ വെള്ളി കാലേ ചുറ്റി നമ്മുടെ ഡിംപിൾ ചേച്ചി. എൻ്റെ വീഡിയോ എടുക്കല്ലടി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എടുത്തു. പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ നേരത്തെയൊക്കെ പോയി വിഷുവിന് തലേദിവസം ഷോപ്പിംഗ് ചെയ്താണ്. പ്രത്യേകിച്ചൊന്നും അവിടെ നിന്നൊന്നും കാര്യമായിട്ടൊന്നും പെറുക്കിയൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ കറക്കൊക്കെ കഴിഞ്ഞു. നേരെ ഞങ്ങൾ തിരിച്ചു വിട്ടു, അവിടുന്ന് റൂമിലോട്ട് വിട്ടു. അപ്പോൾ ഇതൊരു ചെറിയൊരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വാച്ച്. താങ്ക് യു.